പ്രിയമുള്ളവരെ, ഓങ്കോ വ്യൂസിൻ്റെ അടുത്തൊരു അധ്യായത്തിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യും. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ക്യാൻസറുള്ള എല്ലാവരെയും നമ്മൾ ചികിത്സിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ്. ഈ ഒരു ചോദ്യം അല്ലെ ഒരു ചർച്ചാ വിഷയം കേട്ടിട്ട് നിങ്ങൾക്ക് പലർക്കും അതിശയം തോന്നുന്നുണ്ടാകാം. കാരണം ക്യാൻസറുണ്ട്, ഡോക്ടർ ചികിത്സിക്കണോ വേണ്ടയോ എന്നാണ് ചോദിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ചികിത്സിക്കേണ്ട എന്ന് ഡോക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് രോഗിയും അതുപോലെ രോഗിയുടെ കൂടെ വരുന്ന ആളുകളും അവർ മനസ്സിലാക്കുന്നത് ചികിത്സിക്കേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചികിത്സിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ചികിത്സിക്കേണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞതെന്നാണ്. അങ്ങനെ മാത്രമല്ല നമ്മൾ ചികിത്സിക്കേണ്ട എന്ന് പറയുന്നത്. ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ക്യാൻസർ ഉണ്ടെന്നിരിക്കട്ടെ, അടുത്ത കാലത്തൊന്നും ആ ക്യാൻസർ വലുതാകാൻ സാധ്യതയില്ല, അടുത്ത കാലത്തൊന്നും ആ ക്യാൻസർ വേറെ അവയവത്തിലേക്ക് പടരാൻ പോകുന്നില്ല, അടുത്ത കാലം നമുക്ക് ആ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ കൊണ്ട് ഒരു സിംറ്റവും ഒരു ബുദ്ധിമുട്ടുകളും ഒരു രോഗലക്ഷണവും ഇല്ല, ആ ക്യാൻസർ കൊണ്ട് മരണം ഉണ്ടാകുവാനുള്ള സാധ്യത വളരെ 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 കുറവാണ് എന്നിരിക്കട്ടെ. ഇങ്ങനെയുള്ള ക്യാൻസറിന് വെറുതെ വിട്ടാൽ എന്ത് സംഭവിക്കും? എന്തൊക്കെ ചികിത്സാ മാർഗങ്ങളുണ്ട്, ചികിത്സിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ ചർച്ച ചെയ്തു പോകാം. അപ്പോൾ ചികിത്സിക്കാതെ വെറുതെ വിടാവുന്ന ക്യാൻസറാണോ പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എല്ലാ പ്രോസ്റ്റേറ്റ് ക്യാൻസറും ചികിത്സിക്കാതെ നമുക്ക് വെറുതെ വിടാൻ പറ്റത്തില്ല. പ്രോസ്റ്റേറ്റിലുണ്ടാകുന്ന ഹൈ ഗ്രേഡ് ക്യാൻസർ, വളരെ വലുപ്പമുള്ള ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസറിൽ ക്യാൻസർ വന്ന് രോഗലക്ഷണമുള്ളവർ, വേറെ അവയവത്തിലേക്ക് രോഗം പടർന്നിട്ടുള്ള രോഗികൾ, അവർക്കെല്ലാം നമുക്ക് ചികിത്സ കൊടുക്കണം. എന്നിരുന്നാലും ഒരു ചെറിയ ശതമാനം ആളുകൾക്കെങ്കിലുമുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ അത് വളരെ ചെറുതായിരിക്കും, വളരെ ശക്തി കുറഞ്ഞതായിരിക്കും, അതിന് പടരാനുള്ള സാധ്യത, ശേഷി അത് വളരെ കുറഞ്ഞതായിരിക്കും. അങ്ങനെ ഒരു കൂട്ടം പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ള ആളുകളുണ്ട്. ആ ആളുകളെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്ന് നമുക്കിനി പരിശോധിക്കാം. അപ്പോൾ ഈ ശക്തി കുറഞ്ഞ, പടരാൻ സാധ്യതയൊക്കെ വളരെ കുറവുള്ള, അപകടങ്ങളൊക്കെ ഉണ്ടാക്കാൻ സാധ്യത തീരെ ഇല്ലാത്ത പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലുള്ള ക്യാൻസറുകൾ സാധാരണയായി നമ്മൾ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്താണ് കണ്ടുപിടിക്കുന്നത്. സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഗമൊന്നുമില്ലാതെ, രോഗലക്ഷണമൊന്നുമില്ലാതെ വെറുതെയുള്ള ആളുകൾക്ക് നമ്മൾ രക്തത്തിനകത്ത് PSA എന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്യുകയും ആ PSA ടെസ്റ്റ് കൂടുതലാണെന്ന് കണ്ടുപിടിക്കുകയും അങ്ങനെയുള്ള രോഗികൾക്ക് നമ്മൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ബയോപ്സി എടുക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ക്യാൻസർ കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കുന്ന രോഗികൾക്കാണ് കുറേ ആളുകൾക്കെങ്കിലും ലോ റിസ്ക്, ശക്തി കുറഞ്ഞ ക്യാൻസർ ആവാം. അപ്പോൾ ഇത് മാത്രം പോരാ, ശക്തി കുറഞ്ഞ ക്യാൻസർ ആണെങ്കിൽ വേറെ കുറച്ച് ക്രൈറ്റീരിയയും കൂടെ അവർ മീറ്റ് ചെയ്യണം. അപ്പോൾ അവർ മീറ്റ് ചെയ്യേണ്ട ക്രൈറ്റീരിയയിൽ അടുത്തത് നമുക്ക് സംസാരിക്കുന്നത്, അവർക്ക് ബയോപ്സി എടുക്കുമല്ലേ. നമ്മളെല്ലാ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിലെ ക്യാൻസർ എന്ന് പറയുകയാണെങ്കിൽ ബയോപ്സി എടുത്തിട്ടേ നമുക്ക് ക്യാൻസർ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നിന്ന് സ്ക്രീനിങ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ബയോപ്സി എടുക്കുമ്പോൾ അവർക്ക് 12 കോർ ബയോപ്സിയാണ് എടുക്കുന്നത്. ഈ 12 കോർ ബയോപ്സി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റിൻ്റെ 12 വ്യത്യസ്തങ്ങളായ സ്ഥലത്ത് നിന്നും നമ്മൾ നീഡിൽ വെച്ച് കുത്തി ബയോപ്സി എടുക്കും. അങ്ങനെ ബയോപ്സി എടുക്കുമ്പോൾ ഈ 12 ബയോപ്സികളിൽ 3 അതിൽ താഴെയോ ഉള്ള ബയോപ്സികളിൽ മാത്രമേ രോഗത്തിൻ്റെ അംശം ഉണ്ടാകാൻ പാടുള്ളൂ, ക്യാൻസർ ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ ഈ ക്യാൻസർ ഉള്ള ബയോപ്സികളിൽ തന്നെ 50% താഴെയായിരിക്കണം ക്യാൻസർ കോശങ്ങളുടെ എണ്ണം. 100 കോശങ്ങളെ അല്ലെ 1000 കോശങ്ങളെ നമ്മൾ കണക്കാക്കിയാൽ അതിനകത്ത് 50% മാത്രമേ ക്യാൻസർ കോശങ്ങളെ നമുക്ക് കാണാൻ പാടുള്ളൂ. ഈ പോസിറ്റീവായ കോറിൽ 12 കോറിൽ 3 കോറേ പോസിറ്റീവ് ഉള്ളൂ. ആ 3 കോറിൽ തന്നെ 50% താഴെയാണ് ക്യാൻസർ കോശങ്ങളുടെ എണ്ണം. അതുമാത്രം പോരാ, PSA 10 താഴെയായിരിക്കണം. PSA ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വലിപ്പവും PSA, രക്തത്തിലുള്ള PSAൻ്റെ അളവും, ഇത് രണ്ടും കൂടെ നോക്കി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്ന ഒരു വാല്യൂ ആണ് PSA ഡെൻസിറ്റി. അത് 0.15 താഴെയായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ഈ കണ്ടുപിടിച്ച ക്യാൻസർ സെല്ലുകൾ, ക്യാൻസർ കോശങ്ങൾ, അത് ഗ്രേഡ് 1 എന്ന് വെച്ച് കഴിഞ്ഞാൽ ശക്തി വളരെ കുറഞ്ഞ ക്യാൻസർ കോശങ്ങളാണ്, ക്യാൻസർ സെല്ലുകളാണ്. ഇങ്ങനെയൊക്കെ വരുവാണെന്ന് വരിയിൽ, അല്ലെ ഇങ്ങനെയൊക്കെ ഉള്ള ക്യാൻസർ, പ്രോസ്റ്റേറ്റ് ക്യാൻസർ രോഗത്തിന് വേറെ അവയവത്തിലേക്ക് പടരാനും വളരെ വലുതാകാനും നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കാനും ഒക്കെ സാധ്യത കുറവാണ്. അങ്ങനെ ഉണ്ടാക്കണേ തന്നെ പല വർഷങ്ങൾ കഴിഞ്ഞിട്ട് അവൻ വലുതായി നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരുത്തത്തുള്ളൂ. ഏകദേശം 20 വർഷമോ അതിലും മേളിലോ സമയമെടുക്കും ഇങ്ങനെ ഒരു ക്യാൻസർ നമ്മുടെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ ഉത്ഭവിച്ച് നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുണ്ടാക്കണമെങ്കിൽ ഏകദേശം 20 വർഷം കഴിഞ്ഞ് അതിനുള്ള സാധ്യതയുള്ളൂ എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പം ഇങ്ങനെ ഒരു ക്യാൻസർ രോഗിക്ക് അദ്ദേഹത്തിൻ്റെ ആയുർദൈർഘ്യം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. ആയുർദൈർഘ്യം കാൽക്കുലേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളെ ആശ്രയിച്ചാണ്. ആ രോഗിയുടെ പ്രായം, ആ രോഗിക്ക് മെഡിക്കൽ കോമോർബിഡിറ്റീസ്, വേറെ എന്തെങ്കിലും രോഗമുണ്ടോ,
പൊതുവെ എത്രമാത്രം ആരോഗ്യമുണ്ട്, ഇതെല്ലാം ഏത് സമൂഹത്തിലാണ് ജീവിക്കുന്നത്, ഇതെല്ലാം ഉണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആയുർദൈർഘ്യം അത് 20 വർഷമോ അതിൽ താഴെയോ ആണെന്ന് വരികിൽ ഈ രോഗിയെ നമുക്ക് വേണമെങ്കിൽ വെറുതെ വിടാം. ഇടയ്ക്കിടെ PSA ഒക്കെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. അത് വലുതാവുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി. കാരണം 20 വർഷം കഴിഞ്ഞ് സാധാരണഗതിയിൽ അത് വളർന്ന് വലുതായി ആ രോഗിക്ക് എന്തെങ്കിലും കുഴപ്പം ഈ പ്രോസ്റ്റേറ്റ് ക്യാൻസർ കൊണ്ടുണ്ടാവത്തുള്ളൂ. അപ്പോൾ അതിനെ നമ്മൾ ചികിത്സിക്കേണ്ട കാര്യമില്ല. ഇനി ആയുർദൈർഘ്യം 20 വർഷത്തിൽ കൂടുതലാണെങ്കിലും നമ്മൾ ഇപ്പോഴേ ചികിത്സിക്കേണ്ട കാര്യം പലപ്പോഴും ഉണ്ടായിരിക്കത്തില്ല. നമുക്ക് ക്ലോസ് ഫോളോ അപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ആക്റ്റീവ് സർവൈലൻസ് എന്നാണ് പറയുക. ഇടയ്ക്കിടെ നമ്മൾ ബയോപ്സി എടുത്ത് നോക്കണം. അത് ഡോക്ടർ പറഞ്ഞു തരും. നമ്മളുടെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് നമ്മൾ PSA നോക്കും, ഡോക്ടർ പരിശോധിച്ച് നോക്കും, ഇടയ്ക്ക് ആവശ്യമുണ്ടെന്ന് വരില്ല MRI എടുത്ത് നോക്കും. ഇതെല്ലാം നോക്കി ഈ രോഗം എപ്പോഴെങ്കിലും വളരുന്നു അല്ലെ വലുതാകുന്നു എന്നൊരു ഘട്ടം വരുവാണെന്ന് വരി നമ്മൾ അന്നേരം ചികിത്സിച്ചാൽ മതി. അതും നല്ലൊരു ചികിത്സയാണ്. കാരണം കുറേ ആളുകൾക്ക് ഈ രോഗം വർഷങ്ങളോളം, ഒരു പക്ഷേ അവർ മരിക്കുന്നവരെയും ഇത് വലുതായി അവർക്ക് ആ രോഗം കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകണമെന്നും നിർബന്ധമില്ല. അപ്പം നമ്മൾ ചെക്കപ്പിലിരിക്കുക. വളർന്ന് വലുതാവുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് അവരെ ചികിത്സിക്കാൻ പറ്റും. അത് നല്ലൊരു ഓപ്ഷനാണ്. അതുപോലെ തന്നെ ആയുർദൈർഘ്യം കൂടുതലുണ്ട്, നമുക്ക് ഈ ടെൻഷനൊന്നും എടുക്കാൻ മേല, രോഗം ഇപ്പം തന്നെ ചികിത്സിച്ച് മാറ്റണം, അങ്ങനെയാണ് രോഗിയുടെ ആഗ്രഹമൊന്നും വരികിൽ. അങ്ങനെയുള്ളവർക്ക് നമുക്ക് നേരത്തെ തന്നെ റേഡിയേഷൻ ചെയ്തോ അല്ലെങ്കിൽ സർജറി ചെയ്തോ അവരുടെ രോഗം അന്നേരം തന്നെ മാറ്റാവുന്നതുമാണ്. ഏത് വഴി, അത് നേരത്തെ ചികിത്സിച്ച് രോഗം മാറ്റിയാലും രോഗം വലുതാകുന്ന അവസരത്തിൽ ചികിത്സിച്ച് രോഗം മാറ്റിയാലും ഈ പറയുന്ന രോഗികൾക്ക് ആർക്കും തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വന്ന് മരണപ്പെടാനോ അതുകൊണ്ട് വേറെ എന്തെങ്കിലും കുഴപ്പം വരാനോ ഉള്ള സാധ്യതകൾ വളരെ വിരളമാണ്. ഈ ഒരു കൂട്ടം പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ വരുന്ന ക്യാൻസറുകളെ നമ്മൾ പറയുന്നത് വെരി ലോ റിസ്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസർ എന്നാണ്. ഈ വെരി ലോ റിസ്ക് പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളെ കുറേ ആളുകളെയെങ്കിലും നമുക്ക് ചികിത്സയൊന്നുമില്ലാതെ വെറുതെ വിടാവുന്നതാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചർച്ച ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി.